ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു അക്കൗണ്ട് റിവ്യൂ ആണ്. ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് മറ്റാരുടെയല്ല, നിങ്ങളിൽ ഒരാൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു അക്കൗണ്ടാണ്. പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ ചാനലിൻ്റെ 30K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരാൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്ന അക്കൗണ്ടാണിത്. ഈ ഒരു അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുള്ളി ഡബിൾ ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ പൊസിഷനിലും ഈ കൊല്ലത്തെ നല്ല ഗ്ലിച്ച് ആയിട്ടുള്ള കാർഡുകളുള്ള കംപ്ലീറ്റ്ലി ലോഡഡ് ആയിട്ടുള്ള ബീസ്റ്റ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ ഒരു അക്കൗണ്ട് മാത്രമല്ല, ഇതുപോലുള്ള ഒരു അക്കൗണ്ട് കൂടിയുണ്ട്. ആ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വരും ദിവസങ്ങളിൽ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗോൾ കീപ്പറുടെ സ്ഥാനത്ത് നമ്മുടെ ഈ വർഷത്തെ ബെസ്റ്റ് ആയിട്ട് ഒരു ഗോൾ കീപ്പർ കാണാം. പറഞ്ഞു വരുന്നത് നമ്മുടെ ബഫൻ്റെ കേസാണ്. പുള്ളിയുടെ കാർഡ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസിൽ നമ്മുടെ പുയോളിൻ്റെ കാർഡുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റയുടെ കാർഡുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ RBയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടുള്ള നമ്മുടെ തുറാമിൻ്റെ കാർഡുണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഈയിടെ വന്ന തുറാമിൻ്റെ കാർഡിനേക്കാളും ബെസ്റ്റാണ്. കാരണം ഇത് ഫ്രാൻസിൻ്റെ ഒരു കാർഡായിട്ടാണ് ഈ ഒരു അക്കൗണ്ടിലുള്ളത്. സോ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ബെസ്റ്റാണ്. RBയിൽ നിന്നുള്ള പൊസിഷനിൽ ഈ വർഷം വന്നേക്കുന്ന കാർഡിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയേക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. സോ അങ്ങനെ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലോഡഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നിങ്ങൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വിസിറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ച ഒരു വീഡിയോ മാത്രമേ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ആ ഒരു റീൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിലുണ്ട്. സോ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മുടെ CMFൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ബോക്സ് ടു ബോക്സ് പ്ലെയർ ആയിട്ടുള്ള നമ്മുടെ സെഡോഫിൻ്റെ കാർഡ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ DMFലാണെന്നുണ്ടെങ്കിൽ ഇതും വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് തന്നെയാണ്. നമ്മുടെ ഫ്രാൻസിൻ്റെ വിയറയുടെ കാർഡിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ ഒരു കാർഡിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും വർണ്ണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ വർഷം വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആങ്കർ മാൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിയറ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ആങ്കർ മാൻ ഈ വർഷം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിങ്ങിൽ കിടക്കുന്ന പ്ലേയേഴ്സിനെ കുറിച്ചാണ്. വിങ്ങിൽ നിങ്ങൾക്കറിയാം, ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊലിഫിക് വിങ്ങർ ആയിട്ടുള്ള നമ്മുടെ മെസ്സിയുടെ ബിഗ് ടൈം കാർഡാണ് വരുന്നത്. നമ്മുടെ MSNൽ വന്നേക്കുന്ന ഒരു ബിഗ് ടൈം കാർഡാണ്. സോ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞുള്ളത്. ചുമ്മാ ഒരു അക്കൗണ്ട് തരുകയല്ല, തരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം വർത്ത് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ വർഷവും അടുത്ത വർഷവും തീർച്ചയായിട്ടും ഒരു കാർഡിനെയും പിറകെ പോകേണ്ടി വരാത്ത അത്രയും ബീസ്റ്റ് ആയിട്ടുള്ള, അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള, അത്രയും ലോഡഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് തരാൻ പോകുന്നത്. ഈ രീതിയിലുള്ള രണ്ട് അക്കൗണ്ട് തരുന്നത് വഴി നമുക്ക് ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. കൊണാമി തരുന്നതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട് തരിക അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാർഡുകൾ തരിക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൊണാമിയുടെ ഇപ്പോഴുള്ള പാക്കിൻ്റെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ ഒരുപാട് കോയിൻ അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ഒരു കാർഡെങ്കിലും കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് തന്നെയായാലും കൊണാമി തരുന്ന 150 കാർഡുള്ള ഏത് പാക്കിനേക്കാളും അത്രയും കൂടുതൽ പ്രോബബിലിറ്റിയുള്ള പാക്കല്ല, ഒരു ടീമിനെ തന്നെയാണ്, ഒരു സ്ക്വാഡിനെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാർഡിലേക്ക് പോകാം. നമ്മുടെ CFൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വർഷത്തെ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് കാർഡുകൾ തന്നെയാണ്. അതിലൊന്ന് നമ്മുടെ സാമുവൽ എട്ടു, അതുപോലെ തന്നെ സെക്കൻഡ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൂയിസ് സുവാരസിൻ്റെ എപ്പിക് കാർഡാണ്. എനിക്ക് എന്ത് തന്നെയാലും ഈ ഒരു സുവാരസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ബിഗ് ടൈം കാർഡിനേക്കാളും ബെസ്റ്റ് ആയിട്ട് തോന്നിയേക്കുന്നത് ഈ ഒരു എപ്പിക് കാർഡ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ സബ്ബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കുറവില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാർഡുകൾ കാണാം. നമ്മുടെ കഫൂഡ് കാർഡ് കാണാം, അതുപോലെ തന്നെ നമ്മുടെ കന്നവാരയുടെ കാർഡ് കാണാം. അങ്ങനെ ഒരുപാട് ഡബിൾ ബൂസ്റ്റർ കാർഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ പിർലോയുടെ കാർഡുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാബിയുടെ കാർഡുണ്ട്. അങ്ങനെ ഒരുപാട് കാർഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പം ബാക്കിയുള്ള കാർഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൂട്ട് കിസ് മെസ്സി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീസ്മാൻ്റെ ബിഗ് ടൈം കാർഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബിഗ് ടൈം കാർഡും ഒരുപാട് ഡബിൾ ബൂസ്റ്റഡ് എപ്പിക് കാർഡുകളുള്ള ബെസ്റ്റ് ആയിട്ടുള്ള സ്ക്വാഡ് തന്നെയാണിത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾ കീപ്പറായിട്ട് കഴിഞ്ഞ ഇയറിൽ വന്നേക്കുന്ന കസേഴ്സിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സലയുടെ ബ്ലിറ്റ്സ്കേൾ സ്കില്ലോട് കൂടി വന്നിട്ടുള്ള ഒരു ഷോർട്ട് ടൈം കാർഡ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചേസയുടെ കാർഡ് കാണാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സണ്ണിൻ്റെ കാർഡ് കാണാം. അതായത് നമുക്ക് മുന്നേ വന്നിട്ടുള്ള കൊണാമി ബ്ലിറ്റ്സ്കേൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു കംപ്ലീറ്റ് പാക്ക് വൈപ്പ് ഔട്ട് ചെയ്തേക്കുന്ന അക്കൗണ്ട് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് തന്നെയാലും ഈ വർഷവും അടുത്ത വർഷവും കണ്ണും പൂട്ടി കളിപ്പിക്കാൻ പറ്റുന്ന എല്ലാവിധ കാർഡുണ്ട്. ഒരു തരത്തിലും കോയിനോ അല്ലെങ്കിൽ ക്യാഷോ ഈ അക്കൗണ്ടിന് വേണ്ടിയിട്ട് ഇനി ചിലവാക്കേണ്ട ആവശ്യമില്ല. അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള പക്ക അക്കൗണ്ട് തന്നെയാണ് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാനേജറുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 4ഓളം മാനേജേഴ്സിനെ കാണാൻ സാധിക്കും. ക്വിക്ക് കൗണ്ടറിനായിട്ട് നമ്മുടെ സാബി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ലോങ് ബോൾ കൗണ്ടർ മാനേജറായിട്ടുള്ള നമ്മുടെ ആർട്ടേറ്റയുടെ കാർഡുണ്ട്, അതുപോലെ തന്നെ ഡെഷാംസിൻ്റെ കാർഡുണ്ട്. അത് സിംഗിൾ ബൂസ്റ്റർ ആണ്. സോ ഈ രീതിയിൽ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് തന്നെയാണ്. സോ ഇങ്ങനൊരു അക്കൗണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫ്രീ ടു പ്ലേ സ്ക്വാഡുള്ള ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡ്രീം ആയിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതും ഇത് ഫ്രീ ടു പ്ലേ സ്ക്വാഡുള്ള ഒരു യൂസർക്ക് തീർച്ചയായിട്ടും കിട്ടണം തന്നെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വിസിറ്റ് ചെയ്യുക. അതിൽ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരേ ഒരു വീഡിയോ മാത്രമാണ്. ആ ഒരു വീഡിയോ വഴി തന്നെയാണ് നമ്മൾ രണ്ട് അക്കൗണ്ടും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ വീക്കിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുക ഗൈസ്. ബൈ.